നിങ്ങൾ A2A എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ കേൾക്കാത്തവരൊക്കെ ഇപ്പോൾ കേട്ടോ. ബിക്കോസ് നോയിങ് ദിസ് കമ്മ്യൂണിറ്റി ആൻഡ് ജോയിനിങ് ദിസ് മേ ചേഞ്ച് യുവർ ലൈഫ്. A2I or Aspire to Inspire is a woman-led community, a supportive opportunity designers for women. നിങ്ങൾ ഹോം മേക്കർ ആയിക്കോട്ടെ, ഓൺടർപ്രണർ ഓർ പ്രൊഫഷണൽ ആയിക്കോട്ടെ, ലൈഫിലൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഒരു സപ്പോർട്ടിംഗ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് സ്പേസ് ഫോർ യു. A2Iനെ കുറിച്ച് കൂടുതൽ അറിയാൻ യു ക്യാൻ ഫൈൻഡ് ദർ ഇൻസ്റ്റാ പേജ് ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് യു നീഡ് എ സ്പേസ് ലൈക്ക് ദിസ്, ഓൾവേസ് വെൽക്കം. ഞങ്ങൾ ഇന്ന് പോണത് ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. A2Iൻ്റെ ജൂൺ മാസത്തെ ഇവൻ്റ് സ്റ്റേക്കേഷൻ അറ്റ് പീക്ക് ഡേയ്സ് റിസോർട്ട്. എല്ലാ മാസവും സ്റ്റേക്കേഷൻ ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. വി ഡു ഹാവ് വർക്ക്ഷോപ്സ്, ചായ് മീറ്റപ്സ്, വെബിനാർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാപ്പനിങ് എവറി സിംഗിൾ മന്ത്. പീക്ക് ഡേയ്സ് റിസോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് എടവണ്ണ ഭാഗത്താണ് കേട്ടോ. റിസോർട്ട് എത്തുന്നതിനൊരു 1 കിലോമീറ്റർ മുന്നേ വണ്ടി പാർക്ക് ചെയ്ത് അവരെ ജീപ്പിലാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയത്. ജീപ്പ് ട്രക്കിംഗ് നൈസാണ്. കാടിൻ്റെ മലൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ പക്ഷികളെ ശബ്ദവും കേട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഡേ ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡായിട്ടുള്ള ബ്രൗൺ ആൻഡ് ബീച്ച് കളർ ഔട്ട്ഫിറ്റായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്യുമ്പം ഇത്ര അടിപൊളിയാവുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. വി ഹാഡ് എ ബേബി ഇൻ ആ ട്രിപ്പ് ആൻഡ് ആൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. ബ്രൗൺ ആൻഡ് ബീച്ചൊക്കെ ഇട്ട് മാച്ചിങ് ബണ്ണൊക്കെ കെട്ടിയിട്ട് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ആവേശം ഒട്ടും കുറയാത്ത ടീംസ്. റീൽസ് എടുപ്പും കോപ്പറാട്ടി കളികളും എല്ലാം കൊണ്ടും വേറെ തന്നെ വൈബായിരുന്നു. സെൽഫ് ലവ് എന്നും പറഞ്ഞ് ചിയേഴ്സ് ടു മീ കോട്ട് എഴുതി സ്വന്തം വീട്ടിൽ കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന നിജീനത്തായിരുന്നു ഞങ്ങളെ സ്റ്റാർ ഓഫ് ദ ഡേ. പിന്നെ ഗെയിംസിൻ്റെ ടൈമായിരുന്നു. ടീമിലുണ്ടായിരുന്ന 2 പേര് ഗെയിമൊക്കെ സെറ്റാക്കി അതിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെയുള്ള സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? വി ആർ പ്രയോറിറ്റൈസിങ് അവർ സെൽഫ്. നമ്മളെല്ലാ കാര്യവും ഒഴിവാക്കി വി ടെൽ അവർ സെൽഫ് ദാറ്റ് അവർ ഹാപ്പിനെസ് മാറ്റേഴ്സ്. ആൻഡ് ഒരു എംപത്തറ്റിക് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ഒരു വുമൺ ഉള്ള സ്പേസ് അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യും, ഈവൻ വിത്തൗട്ട് വി നോയിങ് ഇറ്റ്. ചിരിയും കളിയും ഡാൻസൊക്കെ കഴിഞ്ഞ് നൈറ്റ് ടൈം വാസ് ഫോർ പൂൾ. പ്രൊഫഷണൽ സ്വിമ്മേഴ്സ് തൊട്ട് സലീം കുമാറിനെ പോലെ ചെമ്പും പിടിച്ച് ഓഹോയ് ഓഹോയ് പറഞ്ഞ് നടക്കുന്ന ടീംസ് വരെ ഉണ്ടായിരുന്നു ടീമിൽ. ഫുൾ പാക്ഡ് ഫൺ. സ്റ്റേക്കേഷൻ എന്നും പറഞ്ഞ് റിസോർട്ട് കാണിക്കാതെ നിന്നാലും മോശമല്ലേ. സോ ഐ വിൽ ഷോ യു ഫ്യൂ ക്ലിപ്സ്. ബാക്കി കാണണമെങ്കിൽ ഇങ്ങോട്ട് വണ്ടിയും കയറി പോരുട്ടോ. യു വോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഇവർ ഓപ്പൺ ചെയ്തിട്ടൊരു 1 മന്തൊക്കെ ആയിട്ടുള്ളൂ. റിസോർട്ട് മൊത്തം ഫുൾ ചെടികളും മരങ്ങളും നിറഞ്ഞ് നല്ലൊരു കാം സ്പേസാണ്.
നൈറ്റ് വ്യൂവിനേക്കാളും ഐ ലൗഡ് മോർണിംഗ്. രാവിലെ ഒരു 5-6 മണി മുതൽ സൂര്യൻ പുറത്ത് വരുന്ന വരെയുള്ളൊരു ടൈമുണ്ട്. അത് ഫോണിൽ എത്ര കാണിച്ചാലും നിങ്ങൾക്കതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് കാം. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു വുമൺ ഓൺലി ട്രിപ്പൊക്കെ പോകണം കേട്ടോ. കാരണം നമ്മൾ ഇവരൊക്കെ കൂടെ ഇരുന്ന് അവരെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ലൈഫിനോട് തോന്നുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആൻഡ് ആ ഒരു സ്പേസ് ഭയങ്കര ഒരു ഹീലിംഗ് ആണ്. 2 ദിവസം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. അത്രയ്ക്കും രസമായിരുന്നു. കളിയും ചിരിയും കരച്ചിലും കഥകളും തീറ്റയും അങ്ങനെ എല്ലാം കൂടെ ലൈഫിൽ എന്നും ഓർത്തെക്കാൻ പറ്റിയ നല്ല 2 ദിവസങ്ങൾ.